നോക്കിയോ, ഇവിടെ എ ബൈ ബി ഈസ് ഈക്വൽ ടു എന്താണ്? എ ബൈ ബി ഈസ് ഈക്വൽ ടു സി ബൈ ഡി ആണ്, ഈസ് ഈക്വൽ ടു കെ ആണ്. അങ്ങനെയാണെങ്കിൽ എ ബൈ ബി ഈസ് ഈക്വൽ ടു കെ എന്ന് എഴുതിയിട്ട് എ ഈസ് ഈക്വൽ ടു ബി കെ എന്ന് എഴുതാം. സി ബൈ ഡി ഈസ് ഈക്വൽ ടു കെ എന്ന് എഴുതിയിട്ട് സി ഈസ് ഈക്വൽ ടു ഡി കെ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എൽ എച്ച് എസ് എടുത്തിട്ട് എൽ എച്ച് എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ എൽ എച്ച് എസ്. എൽ എച്ച് എസിനകത്ത് എയ്ക്ക് പകരം നമുക്ക് എന്താണ്, ഈ എയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ബി കെ കൊടുക്കാം ഇൻറ്റു ഡിക്ക് പകരം ഡി തന്നെ, സിക്ക് പകരം ഡി കെ കൊടുക്കാം ഇൻറ്റു ഡിക്ക് പകരം ഡി തന്നെ ഇൻറ്റു 1/a² പകരം നമുക്ക് എന്ത് കൊടുക്കാം? ബി കെ ഹോൾ സ്ക്വയർ ആണ്, അതിനെ ബി സ്ക്വയർ കെ സ്ക്വയർ എന്ന് കൊടുക്കുക. ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. പ്ലസ് 1/b² തന്നെ പ്ലസ് 1/c²ന് ഡി കെ ഹോൾ സ്ക്വയർ ആണ്, അതിനെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഡി സ്ക്വയർ കെ സ്ക്വയർ എഴുതാം. അങ്ങനെ എഴുതാം. പ്ലസ് എത്രയാണ്? 1/b². ഓക്കെ. ഇനി ഇവിടെ നമുക്ക് എന്തെന്ന് എഴുതാം? ബി ഇൻറ്റു ബി ബി സ്ക്വയർ ആണ്, കെ ഇൻറ്റു കെ കെ സ്ക്വയർ ആണ്, ഡി ഇൻറ്റു ഡി ഡി സ്ക്വയർ ആണല്ലോ, അല്ലേ? ശരിയല്ലേ? ഇനി ഇവിടെ എൽസിയം ഏതാ? ബി സ്ക്വയറും കെ സ്ക്വയറും ഡി സ്ക്വയറും ആണ് എൽസിയം. ശരിയല്ലേ? ആണോ? ഇവിടെ എന്താ ഇല്ലാത്തെ? ഇവിടെ എന്തില്ല? ബി സ്ക്വയർ കെ സ്ക്വയർ. എടാ ഇവിടെ എല്ലാത്തിന്റെയും കൂടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ബി സ്ക്വയർ കെ സ്ക്വയർ ഉണ്ട്, ഇവിടെ ബി സ്ക്വയർ ഉണ്ട്, ഇവിടെ ഡി സ്ക്വയർ കെ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഡി സ്ക്വയർ ഉണ്ട്. ഇവിടെ മൊത്തത്തിന്റെ എൽസിയം ബി സ്ക്വയർ കെ സ്ക്വയർ ഡി സ്ക്വയർ എന്ന് എടുക്കുവാണെങ്കിൽ ഇല്ലാത്ത ഭാഗം മൾട്ടിപ്ലൈ ചെയ്ത് മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ പറയാം, അതല്ലേ എൽസിയം. ഇവിടെ ബി സ്ക്വയർ കെ സ്ക്വയർ ഉണ്ട്, എന്താ ഇല്ലാതെ? അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ ഇൻറ്റു ഡി സ്ക്വയർ മുകളിൽ ചെയ്യുക, താഴെ മുകളിൽ ഡി സ്ക്വയർ ഡി സ്ക്വയർ. അപ്പൊ എന്ത് വരും? ഡി സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ കെ സ്ക്വയർ ഡി സ്ക്വയർ പ്ലസ് ഇവിടെ എന്തില്ല? ഇവിടെ കെ സ്ക്വയറും ഇല്ല ഡി സ്ക്വയറും ഇല്ല. അപ്പൊ അത് താഴെ എന്ത് ചെയ്യാം? കെ സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ കെ സ്ക്വയർ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എന്താ? ബി സ്ക്വയർ കെ സ്ക്വയർ ഡി സ്ക്വയർ പ്ലസ് എന്താ? ഇവിടെ എന്താ? ഇവിടെ എന്തില്ല? ബി സ്ക്വയർ ഇല്ല, അപ്പൊ മുകളിലും എന്താ? ബി സ്ക്വയർ. അപ്പൊ എത്ര? ബി സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ ഡി സ്ക്വയർ കെ സ്ക്വയർ പ്ലസ് എത്ര? ഇവിടെ ഡി സ്ക്വയറേ ഉള്ളൂ അല്ലേ, ബാക്കി എന്തില്ല? ഇവിടെ ഇൻറ്റു എന്താ? ബി സ്ക്വയർ കെ സ്ക്വയർ ആണ്, ഇവിടെ എന്താ? ഇൻറ്റു ബി സ്ക്വയർ കെ സ്ക്വയർ. അപ്പൊ എന്താ വരുന്നു? ബി സ്ക്വയർ കെ സ്ക്വയർ ഡിവൈഡ് ബൈ ഡി സ്ക്വയർ ഡി സ്ക്വയർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്താ എഴുതാം? ബി സ്ക്വയർ കെ സ്ക്വയർ ഡി സ്ക്വയർ ഇൻറ്റു ഇവിടെ നോക്കിയോ, ഡി സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഡി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്താ? ബി സ്ക്വയർ കെ സ്ക്വയർ ഡി സ്ക്വയർ. ഇതും വെട്ടിക്കളഞ്ഞു, ബാക്കി ഇത്. ഓക്കെ. ഇനി ഇതേപോലെ നമ്മൾ എന്താ ആർ എച്ച് എസ് എടുക്കാൻ പോവാം. ആർ എച്ച് എസ് എന്താ? ആർ എച്ച് എസ് എന്തായിരുന്നു? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ. എ സ്ക്വയർ എന്താ? ബി സ്ക്വയർ കെ സ്ക്വയർ. ബി സ്ക്വയർ എന്താ? ബി സ്ക്വയർ തന്നെ. സി സ്ക്വയർ എന്താ? ഡി സ്ക്വയർ കെ സ്ക്വയർ. ഇതെന്താ? ഡി സ്ക്വയർ. ഇത് തന്നെയല്ലേ മുകളിൽ കിടക്കുന്നത്? നോക്കി, ഡി സ്ക്വയർ കെ സ്ക്വയർ ഡി സ്ക്വയർ ബി സ്ക്വയർ ഡി സ്ക്വയർ പ്ലസ്. ഇല്ലയോ? ശരിയല്ലയോ? അല്ലേ? അപ്പൊ എൽ എച്ച് എസ് എന്തായി? ആർ എച്ച് എസ്.